വയനാട്ടിൽ നോക്കൂ, രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ 80% 2019 പോളിംഗ് ശതമാനം. 2009 ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം വ്യക്തമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് ഒരു 10% ഡ്രോപ്പ് പോളിംഗിന്റെ കാര്യത്തിൽ വന്നിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിനോട് താല്പര്യമുണ്ടായിരുന്നില്ല, അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പായി ജനങ്ങൾ ഇതിനെ കണ്ടു എന്ന് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാമല്ലോ. അല്ല അഭിലാഷേ, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങൾ ഏത് ഭാഗത്തു നിന്നുള്ള ആളുകളാണ്, ഏത് പാർട്ടികളുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് വോട്ടിന് വരാത്തതെന്നൊക്കെ നമ്മളത് പരിശോധിച്ചതിന് ശേഷം മനസ്സിലാവുള്ളൂ. എന്തായാലും ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ചെറിയ രീതിയിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. അത് ജനങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പിനോടുള്ള മടുപ്പ് കൊണ്ടല്ല, പകരം അവിടെ പ്രിയങ്ക ഗാന്ധി എന്ത് വന്നാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് LDFിൻ്റെയും BJPയുടെയും പ്രവർത്തകരും അവരുടെ അണികളുമായിട്ടുള്ള ആളുകൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ഇന്നിപ്പോൾ EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വരുമ്പോൾ ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന പാർട്ടി സഖാക്കന്മാർക്ക് എങ്ങനെയാണ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റുക, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. പക്ഷേ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ ഇപ്പോൾ 80% വോട്ട് 2019, അതായത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു യൂഫോറിയ വളരെ വിസിബിൾ ആയിരുന്നു. ആളുകൾ വളരെ ഉത്സാഹഭരിതരായി ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു എന്ന മട്ടിൽ വോട്ട് ചെയ്തു. ആ യൂഫോറിയ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി ഡെബ്യൂവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അങ്ങനെ അത്ര വലിയ ഉത്സാഹം, ആ നിലയ്ക്കുള്ള ഒരു വൈബ് ഈ തെരഞ്ഞെടുപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ല അഭിലാഷ്, ഇതൊരു ബൈ ഇലക്ഷൻ ആണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. 2019 80% വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധി രാജ്യത്ത് പ്രധാനമന്ത്രിയാക്കപ്പെടുന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. BJPയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന പ്രസിഡന്റിനെ പോലും രംഗത്തിറക്കുന്നത്. എന്നിട്ടും അവിടുത്തെ പോളിംഗ് ശതമാനം 74 താഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ബൈ ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് നേരത്തെ പ്രഖ്യാപിച്ചതിന് തുല്യമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നത്. പൊതുസമൂഹം അങ്ങനെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ കൂടുതൽ ആളുകൾ അത്ര മുന്നണികളുമായി ബന്ധപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യാൻ വരില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, UDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമേ വോട്ട് ചെയ്യാൻ വരൂ എന്നുള്ളൊരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശരി.